എക്സാം ഒക്കെ അടുത്ത് വരാറായില്ലേ? അതുകൊണ്ട് നമുക്കൊന്ന് ഫസ്റ്റ് ടേമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹിന്ദി 40 സ്കോർ. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ? ആക്ടിവിറ്റി നോക്കാം. कविता का अंश पढ़े और प्रश्न 1 से 3 तक लिखे. കവിതയുടെ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. അത് വായിച്ച് 1 മുതൽ 3 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കവിത अंश. तुमने कितनी सिले घोंसले, कितनी सिली हवाएं, धूप सी कर गई, कतरन कतरन छायाएं, पेड़ तुम पेड़ नहीं तुम दर्जी. പേട് എന്നുള്ള കവിതയിൽ ചെറിയൊരു ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിലെ വരികളാണ് ഇപ്പൊ വായിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ കവിത കിസ്നെ ലിഖി. ഈ കവിത ആരാണ് എഴുതിയത്? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ അറിയാം, ഞാൻ പറയണ്ട. എങ്കിലും ആരാണ് എഴുതിയത് എന്ന് പറയാം. സുശീൽ ശുക്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. धूप सिल्ली तो बिखर गई, कतरन कतरन छायाएं, क्या दृश्य ऊपर आता है? ഇതിന് 2 മാർക്കാണ്. അപ്പോൾ ഏത് ദൃശ്യമാണ് നിങ്ങളുടെ മനസ്സിലോട്ട് ഓടി വരുന്നത്? ആ ദൃശ്യമാണ് ഇവിടെ എഴുതേണ്ടത്. എന്താണ്? ഒന്ന് നമുക്ക് ഉത്തരം ഒന്ന് ഡിസ്കസ് ചെയ്താലോ? पेड़ धूप को सिलने की कोशिश करता है. നമ്മളുടെ മരം ധൂപ് കോ വെയിലിനെയും സിൽനെ കോശിഷ് കർത്താ ഹെ തുന്നാൻ പരിശ്രമിക്കുകയാണ്. ലേക്കിൻ പേട് കെ പത്തോം ഓർ ഡാലിയോ മേ ടക്രാക്കർ. പക്ഷേ മരത്തിന്റെ കൊമ്പുകളിലും ഇലകളിലെല്ലാം തട്ടി ധൂപ് ഛായയും ബൻകർ അതെല്ലാം നിഴലുകളായി ബിഖർ ജാത്തി ഹെ. നിഴലുകളായി കഷ്ണം കഷ്ണമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മളുടെ മനസ്സിലും ആ ഒരു ദൃശ്യം സങ്കല്പിക്കാം. ഒരു വലിയൊരു മരം, അതിൻ്റെ ഇടയിലൂടെ വെയിലുകൾ വരുന്നു. ആ മുഴുവനായുള്ള വെയിൽ കിട്ടുന്നില്ല അല്ലെ? അപ്പോൾ കൊമ്പുകളുടെ നിഴലുകളായിട്ടും അതേപോലെ തന്നെ ഇലകളുടെ നിഴലുകളായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കവിതാംശ് കാ ആശയ ലിഖേ. കവിതയുടെ ആശയം നോക്കാം. പേട് സുശീൽ ശുക്ല की കവിത है. പേട് എന്ന് പറയുന്നത് സുശീൽ ശുക്ലിന്റെ കവിതയാണ്. യഹാം കവി പേട് സേ കഹത്തെ ഹെ कि वह पेड़ नहीं दर्जी है. ഇവിടെ കവി പേടിനോട് പറയാണ്, പേടല്ല, പേട് എന്ന് പറയുന്നത് എന്താണ്? ദർജിയാണ്, ഒരു തുന്നൽക്കാരനാണ്. പേടിനെ കൈ ഘോസലെ സിലെ. മരം കുറെ കൂടുകള് തുന്നിയുണ്ടാക്കി. ഓർ കൈ ഹവായേം സിലി ഹെ. അതുപോലെ തന്നെ കാറ്റിനെയും. ധൂപ് സിലി ലേക്കിൻ വ ഛായയേം ബൻകർ ബിക്കർ ഗയി. വെയിലിനെ തുന്നി, പക്ഷെ അത് നിഴലുകളായി അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ വീണു, വ്യാപിച്ചു. യഹാം കവി പേട് കോ ദർജി സെ തുലന കി ഹെ. ഇവിടെ കവി മരത്തിനെ തയ്യൽക്കാരനോടാണ് ഉപമിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. ജൂലിയ ഓർ ലോണ. കഹാനി കാ അംശ് പഠേ ഓർ പ്രശ്ന 4 से 6 तक के उत्तर दे. कहानी अंश. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. एक लड़की ने उन्हें देखा. वह झट पेड़ पर चढ़ गई. आदमियों ने पहले उसे समझाया, फिर धमकाया, बहलाया, फुसलाया. मैं नहीं उतरूंगी, लड़की चिल्लाई और एक शाखा पर जा बैठी. അപ്പൊ നമുക്കറിയാം അല്ലെ, ജൂലിയ ഓർ ലൂണ എന്ന കഥ നമുക്കറിയാം അല്ലെ. അപ്പൊ അതില് ഒരാള് വലിയൊരു മരം മുറിക്കാനായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ജൂലിയ മരം മുറിക്കാൻ സമ്മതിച്ചില്ല അല്ലെ. അപ്പൊ അവള് മരത്തിൽ കയറി. ആദ്യം ഇവരെല്ലാം ഭീഷണിപ്പെടുത്തി ഇറങ്ങാന്ന് പറഞ്ഞിട്ട്, പക്ഷെ കുട്ടി ഒരിക്കലും ഇറങ്ങിയില്ല അല്ലെ. അപ്പൊ ആ കഥയൊക്കെ നമുക്കറിയാലോ അല്ലെ. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. മേ നഹി ഉത്തരൂങ്കി യെ കിസ്നെ കഹ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്.
गांव वाले, सेठ ने, जूलिया ने, पेड़ काटने वालों ने. ആൻസർ ഏതാ? ജൂലിയ ने. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. देश का विकास और प्रकृति संरक्षण विषय पर लघुलेख तैयार करें. देश का विकास और പ്രകൃതി സംരക്ഷൺ ഈ വിഷയത്തിൽ ഒരു ചെറിയൊരു ലേഖനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ പേട് പ്രകൃതി കാ വരദാൻ വിഷയ पर പോസ്റ്റർ തയ്യാർ കരേ. പേട് പ്രകൃതി കാ വരദാൻ ഹെ. ഈ വിഷയത്തിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ലഘുലേഖ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിൽ നമ്മൾ തന്നിരിക്കുന്ന വിഷയം എഴുതുകയാണ് ദേശ് കാ വികാസ് ഓർ പ്രകൃതി സംരക്ഷണം. ഇനി എന്താണ് എഴുതേണ്ടത് എന്ന് പറയാം. പ്രകൃതി ഹമാരെ ലിയേ സബ് കുച്ച് ദേത്തി ഹെ. പ്രകൃതി നമുക്ക് വേണ്ടി എല്ലാം നൽകുന്നുണ്ട് അല്ലെ. പ്രകൃതി കെ ബിന ഹം ജീ നഹീ സക്തെ. പ്രകൃതി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രകൃതി കി രക്ഷ ഹമാരാ ദായിത്വ ഹെ. ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. പര്യാവരൺ സാഫ് രഖോ തോ ഹമാരാ സ്വാസ്ഥ്യ ഭി അച്ഛാ ഹോ ജായേഗ. നമ്മളുടെ പ്രകൃതിയെ വൃത്തിയായി അല്ലെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ചാൽ, അതേപോലെ തന്നെ പര്യാവരൺ സാഫ് രഖോ തോ നമ്മളുടെ ആരോഗ്യവും നന്നാവും. സമാജ് കി ഉന്നതി സെ ദേശ് കാ വികാസ് ഭി ഹോ ജായേഗ. അതേപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതി ഉണ്ടാവും. ആ ഉന്നതിയിലൂടെ രാജ്യം വികസിക്കും. ദേശ് കാ വികാസ് ഓർ പ്രകൃതി കാ സംരക്ഷൺ ഏക് ദൂസരെ സെ ജുഡേ ഹുയേ ഹെ. ഇത് രണ്ടും പരസ്പരം എന്താ പറയാ കണക്ട് ചെയ്തിട്ടുള്ളതാണ്, പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ദേശ് കാ വികാസം പ്രകൃതി സംരക്ഷണവും. ഇസ്ലിയേ ഹമാരെ ദേശ് കെ ലിയേ ഹം പ്രകൃതി കി രക്ഷ കരെ. അപ്പോ അതിനാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ആ പോസ്റ്റർ ഒന്ന് നോക്കിയാലോ. നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുന്നു. പിന്നെ അതിൽ ഒരു സന്ദേശവാക്യം കൊടുക്കണം അല്ലെ. ആ സന്ദേശവാക്യം നോക്കൂ. പേട് പ്രകൃതി കാ വരദാൻ, പേട് ഹമാരി സമ്പത്തി ഹെ, പേടോ കോ ബച്ചായേ, പ്രകൃതി കി രക്ഷാ കരോ. ഇങ്ങനെ നമുക്ക് ഒരു സന്ദേശവാക്യമൊക്കെ കൊടുത്ത് പോസ്റ്റർ തയ്യാറാക്കാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തേത്. സഹി വികൽപ് ചുൻകർ ലിഖേ. വേ പ്ലസ് നെ ഉന്നേ, വേ പ്ലസ് കോ ഉന്നേ, വേ പ്ലസ് കോ ഉന്നേ, വഹ് പ്ലസ് കോ ഉന്നേ. ഇതില് ഏതാണ് ശരിയായത് എന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? വേ പ്ലസ് കോ ഉന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കവിത കാ അഗല അംശ് പഠേ और प्रश्न 7 व 8 के उत्तर दे. कविता अंश. तुमने कितने सिले किनारे, कितनी सिल्ली जमीनें, रंग महकी हुई सिलाई, फूल सिले परिधान. നമ്മൾ പേടെന്നുള്ള കവിതയുടെ ആദ്യത്തെ ഭാഗം വായിച്ചു. അത് കഴിഞ്ഞ് വേറൊരു ഭാഗമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് അതിലെ ക്വസ്റ്റ്യൻ ആണ് ആൻസർ എഴുതേണ്ടത്. നോക്കൂ. രംഗ് മെഹക് കി ഹുയി സിലായി, ഇസ്കാ മത്ലബ് ക്യാ ഹെ. എന്താണ് അത് പറഞ്ഞാൽ? ഫൂലോ മേ രംഗ് ഓർ സുഗന്ധ് ഭരേ ഹെ. നമ്മുടെ പൂക്കൾ എന്ന് പറയുന്നത് കളർഫുള്ളും അതേപോലെ തന്നെ നല്ല മണം ഉള്ളതാണ് അല്ലെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. यह आशय वाली पंक्तियां कवितांश से चुनकर लिखे. पेड़ ने सिले किनारे और जिल्ली जमीन. ഈ ആശയം വരുന്ന വരികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തുമ്നെ കിത്തനെ സിലെ കിനാരെ, കിത്തനി സിലി ജമീനെ. ഖണ്ഡ് 3 കവിത പേടുമായി ബന്ധപ്പെട്ടതാണ്. പേട് കവിത കാ അംശ് പഠേ और प्रश्न 7 व 8 के उत्तर दे. അപ്പൊ അത് ഈ ചോദ്യങ്ങളെല്ലാം മുകളിൽ തന്നതാണ് അല്ലെ. അപ്പൊ നമുക്കത് ഒഴിവാക്കാം. ഇനി അടുത്തത് കഹാനി. ഹാച്ചി കി കഹാനി. അതില് 9,
10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കഹാനി അംശ് വായിക്കാം. हाथी का अर्थ होता है 8। वह 8वां बच्चा था जिसे पूरे जापान बहुत सौभाग्यशाली मानता है, लेकिन पिल्ला ऐसी मजबूर हालत में फंस गया, ഭാഗ്യ का मारा है. ഇതാണ് തന്നിട്ടുള്ള കഥയുടെ അംശം. ചോദ്യം നോക്കിയാലോ. പില്ലാക്കോ ഭാഗ്യ കാ മാര ക്യോ കഹാ ഗയാ ഹെ. എന്തുകൊണ്ടാണ് പിള്ളയെ ഭാഗ്യ കാ മാര എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത് നോക്കിയല്ലോ. ഉസ് പിള്ളെ കാ നാം ഹാച്ചി ദ. അവൻ പിള്ള കാ നാം എന്താണ്? ഹാച്ചി ആയിരുന്നു. ഹാച്ചി കാ അർത്ഥ ഹെ 8. ഹാച്ചിയുടെ അർത്ഥം 8 എന്നാണ്. വ അങ്ക് ജപ്പാൻ മേ സൗഭാഗ്യശാലി മാനാ ജാതാ താ. ഈ അങ്ക്, ഈ നമ്പർ ജപ്പാനില് സൗഭാഗ്യശാലിയാണ്. ലേക്കിൻ ഹാച്ചി അസഹായ് ഹാലത് മേ താ. പക്ഷെ നമ്മുടെ ഹാച്ചി ആണെങ്കിലോ അസഹായ് ഹാലത് മേ താ. ഇസ്ലിയെ അതുകൊണ്ടാണ് ഉസെ ഭാഗ്യ കാ മാര കഹാ ഗയാ ഹെ. ഇനി നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. पहचान कर लिखे कि कौन सा विकल्प पूर्ण रूप से सही है. हाची का अर्थ हाची का समर्पण देकर प्रोफेसर हाची को बहुत सौभाग्यशाली पत्नी अचरज करती घर लाता है. ഇതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ വികല്പം ഏതാണ്? ഖായാണ് ശരിയായ വികല്പം. ഇനി അടുത്തത് നോക്കൂ. ജൂലിയ ഓർ लूना कहानी का अंश पढ़कर प्रश्न 11 और 12 के उत्तर दे. लड़की चिल्लाई. इस वाक्य को जोड़कर वाक्य बनाइए. എന്താണ് ആൻസർ വരിക? നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഉണ്ട് അല്ലെ. ലड़की चिल्लाई मैं नहीं उतरूंगी. 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वह आदमी चुपचाप वहां से जाने लगा. लड़की ने कहा, बाबा यहाँ के किसी भी पेड़ को कभी नहीं काटोगे. इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार करें. ഇതാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ कहानी की घटनाओं को क्रम से लिखे. हट्टे कट्टे आदमियों के सेठ ने अजीबो गरीब तरकीबें लगाई. एक रोज कुछ हट्टे कट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. लड़की ने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. लड़की झट पेड़ पर चढ़ गई. ഇതിന്റെ ആൻസേഴ്സ് നോക്കിയാലോ. പ്രശ്നം നോക്കാം. लड़की क्या तुम लोग जाओगे? सेठ हाँ, पर अभी तक नीचे न उतरी. लड़की मैं इसकी रक्षा करूंगी. सेठ ऐसा करो. लड़की एक वादा करो. सेठ कौन सा वादा? लड़की यहाँ के किसी भी पेड़ को कभी नहीं काटोगे. सेठ हाँ नहीं काटूंगा. लड़की शुक्रिया जी. ഇവര് മരം മുറിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടി മരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ആ ലടുക്കിയും സേട്ടും തമ്മിലുള്ള സംഭാഷണം വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയിട്ട് എഴുതാം. ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 5 हाची की कहानी गद्य खंड. हाची की कहानी का अंश पढ़े. प्रश्न 13 और 14 के उत्तर दे. 13ഉം 14ന്റെയും ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ശബ്ദോം की सहायता से वाक्य विस्तार करे. കുറച്ച് വേർഡുകൾ തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് സെന്റൻസ് കുറച്ച് വിസ്തരിച്ച് എഴുതണം. കുറച്ചും കൂടെ വാക്കുകൾ ഉണ്ടാക്കി എഴുതണം. അതാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ നോക്കിയാലോ. हाथी का इंतजार किया. हाथी ने प्रोफेसर का इंतजार किया. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് എഴുതിയത്? ഹാത്തീനെ ഇന്റസാർ കിയ. അപ്പൊ അവിടെ തന്നിട്ടുണ്ട് അല്ലെ വേർഡുകൾ. ഹാത്തീനെ, പ്രൊഫസർ കാ
इंतजार किया. പിന്നെ അടുത്തത് എന്താണ് ഇത് സ്റ്റേഷൻ എന്നും അവിടെ തന്നിട്ടുണ്ട് അല്ലേ സ്റ്റേഷൻ കെ ബാഹർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പൊ നമ്മൾ എന്താണ് എഴുതുക ഹാത്തിനെ സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ കാ इंतजार किया ഏകദേശം ഒരു പിരമിഡ് തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് എഴുതേണ്ടത് ഇവിടെ വാക്യവിസ്താരം കൊടുത്തുന്നേ ഉള്ളൂ എന്താണ് റോസ് തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ അതും വെച്ച് എഴുതണ്ടേ ഹാത്തിനെ റോസ് സ്റ്റേഷൻ കെ ബാഹർ പ്രൊഫസർ കാ इंतजार किया നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രൊഫസർ यूनो की इंतजार में बैठे हाची ने दम तोड़ दिया इस पर समाचार तैयार करें या स्टेशन के बाहर हाची को देखकर प्रोफेसर की पत्नी बहुत दुखी हुई उस दिन उसने अपनी डायरी में लिखा प्रोफेसर की पत्नी की डायरी लिखे ഒന്നില്ലെങ്കിൽ പ്രൊഫസർക്ക് ഈ പത്നിയുടെ ഡയറി എഴുതണം അല്ലെങ്കിൽ ഒരു സമാചാർ തയ്യാറാക്കണം അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ സമാചാർ തയ്യാറാക്കാം സമാചാർ തയ്യാറാക്കുമ്പോൾ ഒരു ടൈറ്റിൽ ഒക്കെ കൊടുക്കണം ഹാച്ചി കാ इंतजार നോക്കൂ പിന്നെ സ്ഥലം ടോക്കിയോ ഒരു 2 കുത്ത് നോക്കൂ പ്രൊഫസർ यूनो को सड़क से मिला पिल्ला था हाची वे दोनों बड़े दोस्त थे हाची प्रोफेसर को हर दिन दफ्तर जाने के लिए रेलवे स्टेशन तक पहुंच जाता और शाम को वहां से मोट को ले जाता था एक दिन हाची ने प्रोफेसर को स्टेशन छोड़ा उस दिन दोपहर दफ्तर में उनकी मृत्यु हुई यह जानकर स्टेशन के बाहर मासूम हाची ने 1 साल और 9 महीने उनका इंतजार किया जब तक वह दम तोड़ दिए हाची ने आखिर में अब भी नहीं इंतजार किया ഇങ്ങനെ ചെറിയ സെന്റൻസ് ആക്കിയിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇവര് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കുന്നതും പിന്നെ അവരുടെ മരണമൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ഒരു ചെറിയൊരു ന്യൂസ് തയ്യാറാക്കാം അല്ലെങ്കിൽ പ്രൊഫസർ കി പത്നിയുടെ ഒരു ഡയറിയാണ് ഡയറി എഴുതുമ്പോൾ ഡേറ്റ് ഡേ ഒക്കെ എഴുതണം നോക്കൂ ആജ് മൻ മേ ദുഃഖ് ഭർ രഹാ ഹെ ഹാച്ചി കോ ദേഖ അപ്പോൾ നമ്മുടെ പ്രൊഫസർ കി പത്നിയുടെ ഡയറിയാണ് കാരണം വളരെ വിഷമത്തിലാണ് ഹാച്ചിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് വളരെ വിഷമത്തിലാണ് അല്ലേ അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡയറി എഴുതേണ്ടത് रास्ते से उन्हें ढूंढ कर चला था मुझे देखकर पास आया मैंने उसे साथ लेने का प्रयास किया लेकिन उसके मन में वे है प्रोफेसर के इंतजार में बैठा और ढूंढता चला हाची की हालत देखकर मैं रोई उनको भी प्रोफेसर की याद आती होगी हम साथ साथ बैठकर कुछ देर रहे ये दोनों की दोस्ती उतनी गहरी थी അപ്പൊ അവര് തമ്മിലുള്ള ആ ഒരു ബന്ധം അത്രയ്ക്കും ആഴത്തിലുള്ളതായിരുന്നു പിന്നെ അത് മാത്രമല്ല ഇപ്പോഴും നമ്മളുടെ ഹാച്ചി അവരെ അന്വേഷിച്ചു കൊണ്ട് നടക്കുകയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചെറിയ സെന്റൻസിൽ നമുക്ക് ഡയറി തയ്യാറാക്കാം 16 നോക്കാം पेड़ पौधे प्रकृति की जान है इस विषय पर टिप्पणी लिखना है ഈ വിഷയത്തിൽ ടിപ്പണി എഴുതണം നോക്കിയാലോ पेड़ पौधे हमारी प्रकृति की जान है पेड़ पौधों से सजी हुई प्रकृति कितनी सुंदर है पेड़ पौधे मनुष्य का बड़ा उपकार करते हैं इनसे हमें छाया भोजन फल लकड़ी ईंधन आदि मिलते हैं वे प्राकृतिक संतुलन बनाए रखते हैं शुद्ध वायु का स्रोत भी पेड़ पौधे हैं बढ़ती आबादी के कारण लोगों ने अपने जरूरतों की पूर्ति के लिए बड़े पैमाने पर वृक्षों की कटाई करना शुरू कर दिया इससे वनों की संख्या बहुत कम हो गई और पर्यावरण खराब हुआ इससे मुक्ति पाने पर अपनी प्रकृति की रक्षा करनी होगी एवं वन महोत्सव मनाने होंगे इस दिन
कई नए नए पौधे लगाए जाते हैं. ചെറിയ ചെറിയ സെന്റൻസ് ആക്കിയിട്ട് എഴുതാം. എന്താണ് പേഡ് പൗധെ പ്രകൃതി കി ജാൻ ഹെ എന്നും അതേപോലെ തന്നെ മരങ്ങളും ചെടികളും ഉള്ള ആ ഒരു പ്രകൃതി കാണാൻ ഭംഗിയുള്ളതാണെന്നും അത് മാത്രമല്ല മനുഷ്യന് ഉപകാരങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. എന്തൊക്കെയാണ് നമുക്ക് പ്രകൃതിയിലെ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നൊക്കെ ലഭിക്കുന്നത്? ഇന്ധൻ, ചായ, ഫൽ, ലക്കടി ഇതെല്ലാം ലഭിക്കുന്നുണ്ട്. അത് മാത്രമല്ല പ്രാകൃതിക് സന്തുലൻ ബനായി രഖ്നെ മേ സഹായക് ഹെ. പിന്നെ ശുദ്ധവായു, പിന്നെ ബഡ്തി ആബാദിക്ക് കാരണം ജനങ്ങള് തന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ അവരെന്താണ് ചെയ്യുന്നത്? മരങ്ങളെല്ലാം മുറിക്കാൻ തുടങ്ങി അല്ലേ. അതോടുകൂടി വനോം കി സംഖ്യ ബഹുത് കം ഹോ ഗയി. അതോടുകൂടി നമ്മുടെ പ്രകൃതി ശരിക്കും നശിക്കാൻ തുടങ്ങി അല്ലേ. മരങ്ങളൊക്കെ മുറിച്ചതോടുകൂടി പ്രകൃതി നശിച്ചു എന്ന് പറയാം. അപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷ നേടാൻ വേണ്ടിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വനമഹോത്സവമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പൊ ആ ദിവസം നമ്മൾ കുറേ ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞ് ചെറിയ ചെറിയ സെന്റൻസുകളാക്കി എഴുതാട്ടോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.